ഇപ്പം പഠനത്തിൽ പിന്നോക്കം നിൽക്കുക അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഗ്രേഡിംഗ് ലെവൽ ചെക്ക് ചെയ്യാറുണ്ട്. ഗ്രേഡിംഗ് ലെവൽ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രീ അസസ്മെൻറ്റിലൂടെ ഒരു സൈക്കോളജിക്കൽ സർവീസ് എന്ത് ചെയ്യാറുണ്ട്, ഗ്രേഡിംഗ് ലെവലുകൾ ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷെ രക്ഷിതാക്കൾ ഇതിലൊന്നും എന്തില്ല, ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളത് അവെയറല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു കുട്ടിയുടെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ പഠനത്തിൽ എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റി പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കുന്ന കുട്ടികൾക്ക് ഈ ഗ്രേഡിംഗ് ലെവൽ ചെക്ക് ചെയ്യുന്നതോടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഒരു പുരോഗതി, അവർ ഏത് ലെവലിലാണോ ആ ലെവലിൽ നിന്ന് അവർക്ക് എത്രത്തോളം മാറാൻ പറ്റും, അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു അറിഞ്ഞിരിക്കാനും അതുപോലെ തന്നെ അതിലൊരു പുരോഗതി ഉണ്ടാക്കാനും കഴിയുന്നതാണ് ഗ്രേഡിംഗ് ലെവൽ ചെക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ അറിയുന്നതോടൊപ്പം രക്ഷിതാക്കളെ കൂടി അവർ ഏത് ലെവലിലാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, ചില കുട്ടികൾ എന്തായിരിക്കും മാത്സിൽ ടോപ്പായിരിക്കും, പക്ഷെ ചില കുട്ടികൾ ഇംഗ്ലീഷിൽ വീക്കായിരിക്കും. അങ്ങനെ ഓരോ കുട്ടിക്കും ഓരോ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഉണ്ടാവും. ഈ ഗ്രേഡിംഗ് ലെവൽ ചെക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കിക്കൊണ്ട് ഏതിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ മാത്സ് സബ്ജക്റ്റ് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാത്സിലുള്ള കാര്യങ്ങളൊന്നും കൂടി പ്രൊവൈഡ് ചെയ്തിക്കാണ്ട് അവർക്ക് എന്ത് ചെയ്യുക, അങ്ങനത്തെ ഒരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അടുത്തൊരു കാര്യം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഒരു ലെവല് അറിയുന്നതോടുകൂടി ഏത് ലെവലിലാണോ അവർ ഇപ്പോൾ നിലനിൽക്കുന്നത് ആ ലെവലിൽ നിന്നൊന്ന് മുന്നോട്ട് പോകാൻ പല മെത്തേഡുകൾ ഉണ്ടാവും. ഇൻഡിവിജ്വൽ ട്യൂഷൻ പോലെയുള്ള പല മെത്തേഡുകളും, റെമഡിയൽ ട്രെയിനിങ്, അങ്ങനെ പല മെത്തേഡുകളിലൂടെയും അവർക്ക് ഇതിൽ നിന്നൊരു ചേഞ്ച് വരുത്താൻ കഴിയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗ്രേഡിംഗ് ലെവൽ മനസ്സിലാക്കുന്നത് കൂടി ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് അവരെ നമുക്കൊന്നും കൂടി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ്.